ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറിയുടെ നേതൃത്വം നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് കേരള ഓക്സിലറി എടുത്ത ഈ നല്ല ഇനിഷ്യേറ്റീവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം വേദപുസ്തക പഠനങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഈ കാലങ്ങളിൽ വേദപുസ്തകം ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് ഓക്സിലറി എടുത്ത ഈ നേതൃത്വത്തിനായിട്ട് ഈ ഇനിഷ്യേറ്റീവിനായിട്ട് ഞാൻ വളരെ ആദ്യമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ ജൈത്രയാത്ര വളരെ വിജയകരമായിട്ട് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന് എന്നെ ഇതിൻ്റെ ഒരു ഭാഗമാക്കി തീർത്ത ഇമാനുവേൽ സഭയത്തിൻ്റെ പട്ടക്കാരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബേസിൽ ജോർജ് അച്ഛനോടും അതുപോലെ തന്നെ ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ചെറിയാൻ സാറിനോടും മറ്റെല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എസ്തേർ പുസ്തക പഠനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ബൈബിളിൽ എസ്തേർ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ടെന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, എസ്തേർ എന്ന വാക്കിൻ്റെ അർത്ഥം മറയ്ക്കുക എന്നൊരു അർത്ഥമുണ്ട്. രണ്ടാമതായിട്ട് നക്ഷത്രം എന്ന ഒരു അർത്ഥമുണ്ട്. എസ്തേറിന്റെ ജനനനാമമായ ഹദസ്സ എന്ന വാക്കിന്റെ അർത്ഥം മട്ടിൽ മരം എന്നുള്ള ഒരർത്ഥം കൂടെയുണ്ട്. അത് എസ്തേറിന്റെ മറഞ്ഞു കിടക്കുന്ന ഒരു യഹൂദ സമൂഹത്തെ പ്രതിപാദിക്കുന്ന ഒരു പേരുകാട്ടുണ്ട്. വേദപുസ്തകം നാം പഠിക്കുന്ന അവസരങ്ങളിൽ സ്ത്രീകളുടെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് എസ്തേറിന്റെ പുസ്തകവും ഒന്ന് രൂത്തിന്റെ പുസ്തകവും. എന്നാൽ എസ്തേറിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അസാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പേരോ ദൈവത്തിൻ്റെ തലക്കെട്ടോ സർവനാമമോ അതിൽ കാണാത്ത ഒരു പുസ്തകമാണ് വേദപുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകം. ഏതായാലും ഈ അസാധാരണമായ സവിശേഷതയുള്ള ഈ പുസ്തകത്തിൻ്റെ ഒരു സ്ഥിതി വിവരണത്തിലേക്ക് അല്ലെങ്കിൽ സുപ്രധാന വിവരണത്തിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് ഏത് പുസ്തകം എഴുതുമ്പോൾ അതിനൊരു ഉദ്ദേശം കാണുമല്ലോ. നമ്മൾ ഈ പഠനവേളയിലൊക്കെ അതും ധ്യാനിക്കുന്നുണ്ടായിരിക്കും. ദി പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ബുക്ക്. ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ പരമാധികാരവും അവൻ തൻ്റെ ജനത്തോടുള്ള സ്നേഹപൂർവമായ കരുതലിനെ കാണിക്കാനായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനാണ്. ഹൂ ഈസ് ദി ഓഥർ ഓഫ് ദിസ് ബുക്ക്? ഈ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളത് ഒരു അജ്ഞാതമായ കാര്യമാണെങ്കിലും 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പക്ഷേ മൊർദെഖായി ആയിരിക്കാം എഴുതിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഈ എഴുത്ത് രീതിയിലെ സമാന സ്വഭാവം കാരണം ചിലർ ഇത് എസ്രായോ നെഹമ്യാവോ എഴുതിയ പുസ്തകമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ ദ ഡേറ്റ് ഓഫ് റൈറ്റിംഗ് ദിസ് ബുക്ക്? ഏകദേശം BC 470 ആയിരിക്കാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം എസ്തേറിന്റെ സ്ഥാനാരോഹണം ആ സമയത്ത് സംഭവിക്കുന്നുവെന്ന് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ സെറ്റിംഗ് ഓഫ് ദിസ് ബുക്ക്? ഇത് എഴുതിയതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും നാം ചിന്തിക്കുകയാണെങ്കിൽ, ഈ പുസ്തകം നമുക്കറിയാം ബൈബിളിൽ എസ്തേർ നെഹമ്യാവിന് ശേഷമുള്ള പുസ്തകമാണ്. എങ്കിലും അതിലെ സംഭവങ്ങൾ നെഹമ്യാവിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 39 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ പാർസ്യ രാജ്യത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്ക സംഭവവികാസങ്ങളും നടക്കുന്നത് പാർശ്യയുടെ അല്ലെങ്കിൽ പേർഷ്യയുടെ തലസ്ഥാനമായ സൂഷൻ രാജകൊട്ടാരത്തിലാണെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലെ താക്കോൽ വാക്യം അല്ലെങ്കിൽ കീ വേഴ്സ് എന്ന് പറയുന്ന വാക്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അത് ഞാൻ വായിക്കുന്നു. എസ്തേർ 4:14 ഈസ് എ കീ വേഴ്സ് ഓഫ് ദിസ് ബുക്ക്. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എസ്തേർ 4:14 നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം? 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് താക്കോൽ വാക്യമായിട്ട് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഈ പുസ്തകം പഠിക്കുന്ന വേളയിൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ദ കീ പീപ്പിൾ ഓഫ് ദിസ് ബുക്ക്. ഒന്ന് നമുക്കറിയാം എസ്തേർ ആണ്. 2 മൊർദെഖായി. 3 ഹാമാൻ. 4 പാർശ്യയിലെ രാജാവായിരുന്ന
അഹശ്വരേഷ് രാജാവ് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് സൂസൻ രാജധാനിയാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ പുസ്തകത്തിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ കാണുന്ന പോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളാണ് എസ്തേറിന്റെ പുസ്തകവും രൂത്തിന്റെ പുസ്തകവും. എന്നാൽ എസ്തേറിന്റെ യഥാർത്ഥ പതിപ്പിൽ, അല്ല ഒറിജിനൽ റൈറ്റിംഗില്, ദൈവത്തിന്റെ പേരില്ല, തലക്കെട്ടുകളില്ല, സർവനാമമില്ല. അങ്ങനെ ദൈവത്തെ പറ്റി ദൈവമെന്ന് കാണാത്ത അല്ലെങ്കിൽ എഴുതാത്ത ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അതുകൊണ്ട് ഈ കാനോനിക പഠനം നടത്തിയിരിക്കുന്ന കാലത്ത് ചില സഭാ പണ്ഡിതന്മാര്, പുരോഹിതന്മാര് കാനോനിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് പാടില്ല, കാരണം ദൈവത്തിന്റെ പേരൊന്നും ഈ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് കാനോനികമായിട്ട് ഈ പുസ്തകം വേദപുസ്തകത്തിലെ ഒരു പുസ്തകവുമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതും ഒരു വലിയ സവിശേഷതയാണ്. അതിന് കാരണം ദൈവത്തിന്റെ പേര് ഇതിനകത്തില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കറിയാം, ഈ പുസ്തകത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. 10 ചാപ്റ്റേഴ്സ് ആൻഡ് 167 വേഴ്സസ്. 167 വാക്യങ്ങളും 10 അധ്യായങ്ങളും ഉള്ള ഒരു ചെറിയ പുസ്തകം. ഒരു ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു സുന്ദരമായ മനോഹരമായ ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു രൂപരേഖ പറയുകയാണെങ്കിൽ 4 പ്രധാന ഭാഗമായിട്ട് ഇതിനെ തിരിക്കുന്നു. 1, പുറത്താക്കപ്പെട്ട രാജ്ഞിയും. 2, അകത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ സിംഹാസനയാകുന്ന രാജ്ഞിയും. 2ാമത്തെ പ്രധാന ഭാഗ്യം പാർശ്യ രാജ്യത്ത് യഹൂദ ജനത്തിനെതിരെ ഹാമാൻ നടത്തുന്ന പദ്ധതികളും അവന്റെ ഭീഷണികളുമാണ്. അത് 3-ാം അധ്യായം 1 മുതൽ 7-ാം അധ്യായത്തിന്റെ 10 വരെ നമ്മൾ കാണുന്നുണ്ട്. 3ാമതായിട്ട് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ാം അധ്യായത്തിന്റെ 32 വരെ യഹൂദ ജനത്തിന്റെ വിടുതലും അവസാനമായി 10-ാം അധ്യായത്തിൽ മൊർദെഖായിയുടെ പ്രാമുഖ്യവുമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് 1-ന്റെ 1 തൊട്ട് 2-ന്റെ 23 വരെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണ്. 1-ന്റെ 1 തൊട്ട് 1-ന്റെ 9 വരെ മഹത്തായ ഒരു വിരുന്ന് രാജാവ് ഒരുക്കുന്നു. 2, മദ്യപിച്ച ജനക്കൂട്ടത്തിന് മുൻപിൽ സ്വയം വെളിപ്പെടുത്താനായിട്ട് വസ്തിയുടെ മടി കാണിക്കലാണ്, അല്ലെ രാജ്ഞിയായിരിക്കുന്ന വസ്തിയുടെ മടിയാണ് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമ്മളതിന്റെ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെ വായിക്കുകയാണെങ്കിൽ വസ്തിയെ തരം താഴ്ത്തുന്നതായിട്ട്, അല്ലെങ്കിൽ രാജ്ഞി തരം താഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2-ന്റെ 1 തൊട്ട് 4 വരെ പുതിയ രാജ്ഞിയെ അന്വേഷിച്ചുള്ള ഒരു പ്രഖ്യാപനം. 2-ന്റെ 5 മുതൽ 18 വരെ എസ്തേർ രാജ്ഞിയെ കണ്ടെത്തുകയും അവരെ രാജ്ഞിയായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ മൊർദെഖായി ഒരു ഗൂഢാലോചന വെളിപ്പെടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. 2ാമത്തെ പ്രധാന ഭാഗമാണ് ഹാമാന്റെ ഭീഷണികളും അവന്റെ ഗൂഢാലോചനകളും. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7-ാം അധ്യായത്തിന്റെ 10 വരെ വിശാലമായിട്ട് ഹാമാന്റെ ഗൂഢാലോചനയും ഭീഷണികളുമാണ് കാണുന്നത്. 3-ന്റെ 1 തൊട്ട് 6 വരെ മൊർദെഖായിയോടുള്ള വിദ്വേഷം. 3 തൊട്ട് 7-15 വരെ ഹാമാന്റെ കൽപ്പന നമ്മൾ കാണുന്നുണ്ട്. എസ്തേറിനുള്ള മൊർദെഖായിയുടെ വെളിപ്പെടുത്തലാണ്, അല്ലെ ഓർമ്മപ്പെടുത്തലാണ് 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 17 വരെ. എസ്തേറിന്റെ 2 വിരുന്നുകൾ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ 10 വരെ നമ്മൾ കാണുന്നുണ്ട്. 1 ആദ്യ വിരുന്ന് 5-ന്റെ 1 തൊട്ട് 8 വരെ. 2 മൊർദെഖായിയുടെ പദ്ധതി നമ്മൾ കാണുന്നു 5-ന്റെ 9 തൊട്ട് 14 വരെ. മൊർദെഖായിയുടെ പ്രതിഫലവും ഹാമാന്റെ അപമാനവും 6-ന്റെ 1 തൊട്ട് 14 വരെ. രാജ്ഞിയുടെ 2ാമത്തെ വിരുന്ന് നമ്മൾ കാണുന്നത് അതിനുശേഷം ഹാമാനെ തൂക്കിക്കൊല്ലുന്നതായിട്ടും 7-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 10 വരെ നമ്മൾ കാണുന്നുണ്ട്. 3ാമത്തെ പ്രധാന ഭാഗമാണ് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ാം അധ്യായത്തിന്റെ 32 വരെയുള്ള വാക്യങ്ങൾ. ഒരു രാജകീയ തിരിച്ചടി 8-ന്റെ 1 തൊട്ട് 14 വരെയും, യഹൂദ ജനത്തിന്റെ ഇടയിലെ ആനന്ദം 8-ന്റെ 15 മുതൽ 17 വരെയും, 2 ദിവസത്തെ വിടുതൽ 9-ന്റെ 1 തൊട്ട് 17 വരെയും, പൂരീം എന്ന് പറയുന്ന ഒരു പെരുന്നാൾ കൂടി സ്ഥാപിക്കപ്പെടുന്നത് 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണെന്നും നമ്മൾ കാണുന്നുണ്ട്. വളരെ മനോഹരമായി മൊർദെഖായി രാജ്യത്തെ പ്രധാന 2ാം സ്ഥാനത്ത് വരുന്നതാണ്. 10-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെ മൊർദെഖായി ഹാമാന്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്.
ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ സംക്ഷിപ്തമായ രൂപരേഖ. എന്നാൽ 6 പ്രധാന വിഷയങ്ങൾ അല്ലെങ്കിൽ മെയിൻ തീംസ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ പ്രധാന വിഷയത്തിൽ ഒന്ന് ദൈവത്തിൻ്റെ പരമാധികാരമാണ്. ദി സോവർണിറ്റി ഓഫ് ഗോഡ്, അല്ലെ ഗോഡ് സോവർണിറ്റി നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. പാർശ്യയിലെ ദൈവജനത്തിന്റെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളെക്കുറിച്ച് എസ്തേറിന്റെ പുസ്തകം തുറന്നു പറയുന്നു. ഈ സാഹചര്യങ്ങൾ യാദൃച്ഛികരുടെ ഫലമല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുടെ ഫലമായിരുന്നു. ഈ ചിന്താവിഷയം നമ്മളെ ഓർപ്പിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെയും പരമാധികാരി പ്രൈസ് ദി ലോർഡ് ദൈവമാണെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു ദൈവിക പരിപാലനം നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഡിവൈൻ പ്രൊവിഡൻസ്. ദൈവത്തെ പേരെടുത്ത് പരാമർശിക്കാത്തതിന്റെ പേരിൽ ഈ പുസ്തകം പ്രസിദ്ധമാണെങ്കിലും യാദൃച്ഛികമായി സംഭവിക്കുന്ന സംഭവങ്ങളിലൂടെ ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇത് വ്യക്തമായിട്ട് ദൈവിക പരിപാലനത്തെ പറ്റി നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാന വിഷയമാണ് വർഗീയ അല്ലെങ്കിൽ വംശീയ വിദ്വേഷം, റേഷ്യൽ ഹേറ്റ്രഡ്. 100 വർഷങ്ങൾക്ക് മുൻപ് യഹൂദയിൽ നിന്ന് നാട് കടത്തപ്പെട്ടതിന് ശേഷം പേർഷ്യയിലെ യഹൂദന്മാർ ന്യൂനപക്ഷമായിരുന്നു. യഹൂദന്മാരുടെ ശത്രുവായ ആഗാഗ് രാജാവിന്റെ പിൻഗാമിയായിരുന്നു ഹാമാൻ. അധികാരത്തിനും അഹങ്കാരത്തിനും വേണ്ടിയുള്ള ആർത്തി എസ്തേറിന്റെ ബന്ധുവായ മൊർദെഖായിയെ വെറുക്കാൻ ഹാമാനെ പ്രേരിപ്പിച്ചു. എല്ലാ യഹൂദന്മാരെയും കൊല്ലാൻ രാജാവിനെ ബോധ്യപ്പെടുത്തി ഹാമാൻ എന്നിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടൊരു വംശീയ വിദ്വേഷം ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാലാമത്തെ വിഷയം ദി ഡെലിവറൻസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്, ദൈവത്തിന്റെ വിടുതൽ. ഫെബ്രുവരി 28 യഹൂദന്മാർ ദൈവത്തിന്റെ മോചനത്തെ വെളിപ്പെടുത്തുന്ന പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാസിൽ നിന്നുള്ള എല്ലാ യഹൂദന്മാരെയും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഹാമാൻ തയ്യാറാക്കി. എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ എസ്തേർ രാജ്ഞിയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ആ പദ്ധതി റദ്ദാക്കി എന്ന് നാം വായിക്കുന്നു. പുരീം എന്ന വാക്കിന്റെ അർത്ഥം ധാരാളം എന്നാണ്. ധാരാളമായ പ്രാർത്ഥന കേട്ട ദൈവം വലിയൊരു വിടുതല് ഈ ജനത്തിന് നൽകിയതായിട്ട് നാം കാണുന്നുണ്ട്. അഞ്ചാമത്തെ വിഷയമാണ് ധൈര്യവും വിശ്വാസവും, ഫെയ്ത്ത് ആൻഡ് കറേജ്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് പോലും തന്റെ ജനത്തെ രക്ഷിക്കാൻ എസ്തേർ ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് ഈ പുസ്തകം പ്രകടമാക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എസ്തേറും മൊർദെഖായിയും സ്വന്തം ഭയം മാറ്റിവെച്ച് ധൈര്യത്തോടെ പ്രവർത്തിച്ചു. യഹൂദന്മാരെ രക്ഷിപ്പാൻ അഹശ്വേരോശ് രാജാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എസ്തേർ തന്റെ ജീവൻ പണയപ്പെടുത്തി. എന്നാൽ ഭയത്തിൽ അവൾ തളർന്നു പോയില്ല എന്ന് ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നു. ആറാമത്തെ വിഷയം ജ്ഞാനം എന്നുള്ള വിഷയമാണ്, വിസ്ഡം. തങ്ങൾക്ക് ശത്രുതയുള്ള ഒരു ലോകത്ത് യഹൂദന്മാർ ഒരു ചെറിയ ജനവിഭാഗമായിരുന്നു. അതിജീവിക്കാനായിട്ട് മൊർദെഖായിക്ക് വലിയ ജ്ഞാനം ആവശ്യമായിരുന്നു. രാജാവിന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥനായി സേവിച്ച മൊർദെഖായി പാർശ്യ നിയമം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിപ്പാനും നടപടികൾ സ്വീകരിച്ചു. എന്നിട്ടും അവൻ തന്റെ നിർമ്മലതയിൽ വിട്ടുവീഴ്ച ചെയ്തില്ലെന്നും ഈ പുസ്തകം നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്ന 2-3 പ്രധാനപ്പെട്ട വ്യക്തികളെയും അവരുടെ ജീവിതത്തെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തിയാണ് മൊർദെഖായി. മൊർദെഖായിയെ പറ്റി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിന് അനുകൂലവാദിയുമായിരുന്നു. ചാപ്റ്റർ 10:3. ഈ മൊർദെഖായിയുടെ കഴിവുകളും നേട്ടങ്ങളും എന്തായിരുന്നു? 1, രാജാവിനെതിരായ ഒരു കൊലപാതക ഗൂഢാലോചന തുറന്നു കാട്ടി മൊർദെഖായി. 2, തന്റെ ബന്ധുവിനെ ദത്തെടുക്കാൻ വേണ്ടത്ര ശ്രദ്ധിച്ചു. 3, ദൈവത്തെ ഒഴികെ മറ്റാരെയും വണങ്ങാൻ വിസമ്മതിച്ചു. 4, രാജാവായ അഹശ്വേരോശ് രാജാവിന്റെ കീഴിൽ 2ാം സ്ഥാനക്കാരനായി മൊർദെഖായി ഉയർത്തപ്പെട്ടു. ആ സ്ഥാനം ഹാമാന്റെ സ്ഥാനമായിരുന്നു. ഈ മൊർദെഖായിയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്താണ്? നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവസരങ്ങളെക്കാൾ പ്രധാനമാണ് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെന്ന്
വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരുമിച്ച് ചേർക്കാമെന്ന് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി മൊർദെഖായിയെ പോലെ വിശ്വസിക്കാം. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം ചില സമയങ്ങളിൽ വൈകും, പക്ഷേ അവ ദൈവം നമുക്ക് എപ്പോഴും ഉറപ്പു നൽകുന്നു എന്ന് മൊർദെഖായിയുടെ ജീവിതം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തിയാണ് യഹൂദന്മാരെ ഭീഷണിപ്പെടുത്തിയ ഹാമാനെ പറ്റി പറയുന്നുണ്ട്. ഹാമാനെ പറ്റി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. എസ്തർ ചാപ്റ്റർ 3 വേഴ്സസ് 5 and 6. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാന് കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛക്കാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശാവിന്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. എസ്തർ 3:5-6. എന്തായിരുന്നു ഹാമാന്റെ കഴിവുകളും നേട്ടങ്ങളും? ഒന്ന്, മഹാനായ ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ രാജ്യത്തെ ശ്രേഷ്ഠ സ്ഥാനത്തിരുന്ന മഹത്തായ ശക്തി നേടിയ വ്യക്തിയായിരുന്നു ഹാമാൻ. പാർശ്യ രാജാവിന് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനക്കാരനുമായിരുന്നു ഹാമാൻ. എന്നാൽ ഹാമാൻ ഒരുപാട് ബലഹീനതകൾ സംഭവിച്ചതായിട്ട് എസ്തറിന്റെ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ദി വീക്ക്നെസ് ആൻഡ് മിസ്റ്റേക്സ് ഓഫ് ഹാമാൻ. മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ബഹുമാനം നേടുവാനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അഹങ്കാരവും സ്വയം പ്രാധാന്യവും കൊണ്ട് അന്ധനാക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഹാമാൻ. 3, അഹങ്കാരവും സ്വയം പ്രാധാന്യവും ശിക്ഷിക്കപ്പെടുമെന്നും ഹാമാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൊർദെഖായിയെ കൊലപ്പെടുത്തി അവനു വേണ്ടി ഒരു തൂക്കുമരം പണിയാൻ പദ്ധതിയിട്ടതും ഹാമാനായിരുന്നു. സാമ്രാജ്യത്തിലുടനീളം ദൈവജനത്തെ കൊന്നൊടുക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതും അദ്ദേഹത്തിന്റെ വലിയ ഒരു ബലഹീനതയായിരുന്നു എന്ന് എസ്തറിന്റെ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ഹാമാന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 1, വെറുപ്പ് ശിക്ഷിക്കപ്പെടും. 2, തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരെ അതേ തിന്മകൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹാമാന്റെ പുസ്തകം ഹാമാന്റെ ചരിത്രം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അഹങ്കാരവും സ്വയപ്രാധാന്യവും ശിക്ഷിക്കപ്പെടും. അധികാരത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള അസ്ഥിരമായ ദാഹം സ്വയം നശിപ്പിക്കുന്നതാണെന്ന് ഹാമാന്റെ ജീവിതം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. 3ാമത്തെ വ്യക്തിയാണ്. 1 മൊർദെഖായി, 2 ഹാമാൻ, 3 എസ്തർ. എസ്തറിനെ പറ്റി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 16. എസ്തർ ചാപ്റ്റർ 4 വേഴ്സ് 16. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. എസ്തർ 4:16, 4:16. എസ്തറിനെ പറ്റി നാം ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഒന്നാമതായിട്ട് അവരുടെ കഴിവുകളും നേട്ടങ്ങളും എന്തായിരുന്നു? 1, അവരുടെ സൗന്ദര്യവും സ്വഭാവവും പാർശ്യ രാജാവിന്റെ ഹൃദയം കീഴടക്കി. 2, ധൈര്യവും ശ്രദ്ധാപൂർവമായ ആസൂത്രണവും അവൾ ഒരുമിച്ച് സംയോജിപ്പിച്ചു കൊണ്ടുപോയി. 3, ഉപദേശം സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറുള്ളവളായിരുന്നു എസ്തർ. 4, സ്വന്തം സുരക്ഷയേക്കാൾ മറ്റുള്ളവരെ കുറിച്ചായിരുന്നു അവൾക്ക് കൂടുതൽ ശ്രദ്ധ. എസ്തറിന്റെ ജീവിതത്തിൽ നമുക്കുള്ള പാഠങ്ങൾ എന്താണ്? 1, ദൈവത്തെ സേവിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ സ്വന്തം സുരക്ഷയെ അപകടപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എസ്തർ ഓർപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മെ പ്രതിഷ്ഠിക്കുന്ന സാഹചര്യങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. 2, 3, ധൈര്യം പലപ്പോഴും നിർണായകമാണെങ്കിലും ശ്രദ്ധാപൂർണമായ ആസൂത്രണത്തിന് അത് പകരമാകില്ലെന്നും എസ്തറിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എസ്തർ രാജ്ഞിയുടെ ഗുണങ്ങൾ എന്താണ്? 1, എസ്തർ പ്രാർത്ഥിക്കുന്നവളും ഉപവസിക്കുന്നവളുമായിരുന്നു. 2, എസ്തർ ദയയുള്ളവളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3, എസ്തർ വീമ്പുളക്കുകയോ സ്വയം പുകഴ്ത്തുകയോ ചെയ്തില്ല. അവളുടെ മഹത്വം സ്വയം സംസാരിക്കാൻ അവൾ അനുവദിച്ചു. എസ്തർ അർഹിക്കുന്നവരെ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് ഹാമാന്റെ ഗൂഢാലോചനയെ കുറിച്ച് അവൾ രാജാവിനോട് പറഞ്ഞു, എന്നാൽ മൊർദെഖായിയെ അവൾ പ്രശംസിച്ചു. എസ്തർ വളരെ കണക്കൂട്ടലുള്ളവളായിരുന്നു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന്
അവൾക്കറിയാമായിരുന്നു. എസ്തർ താഴ്മയുള്ളവളായിരുന്നു. ഞാൻ നശിച്ചാൽ ഞാൻ നശിക്കും എന്ന് അവൾ പറഞ്ഞപ്പോൾ അവളുടെ താഴ്മ പ്രകടമായി. എസ്തർ നിസ്വാർത്ഥയാണ്. തന്റെ ജനത്തെ രക്ഷിക്കാൻ അവൾ മരണം വരെ തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. എസ്തർ ജ്ഞാനിയായിരുന്നു. അവൾ വളരെ ജ്ഞാനിയും ബുദ്ധിമതിയുമായിരുന്നു. അവൾ ആദ്യം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മറ്റുള്ളവരോടും അങ്ങനെ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. എസ്തർ ക്ഷമയുള്ളവളാണ്. അവൾ അവളെ ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. തുടർന്ന് ഹാമാനെ രാജാവിന്റെ മുമ്പിൽ തുറന്നു കാട്ടിയതായും നാം കാണുന്നുണ്ട്. എസ്തർ സാഹസങ്ങൾ ചെയ്തതായിട്ട് നാം കാണുന്നു. രാജാവ് അവളെ വിളിച്ചെങ്കിലും അവൾ രാജാവിനോട് വിളിച്ചില്ലെങ്കിലും അവൾ രാജാവിനോട് സംസാരിപ്പാൻ പോയതായും നാം കാണുന്നു. ഒരു രാജ്ഞി എന്ന നിലയിൽ എസ്തർ ഒരിക്കലും തന്റെ അധികാരത്തെ ദുരുപയോഗം ചെയ്തില്ല. രാജ്യത്തിന്റെ രാജ്ഞിയായിരുന്നിട്ടും മറ്റാരേക്കാളും താൻ പ്രധാനിയാണെന്ന് അവൾ പെരുമാറിയതുമില്ല. ഈ എസ്തറിന്റെ 10 അധ്യായങ്ങളും 167 വാക്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട വിഷയം? ഒന്ന്, ദൈവം എന്ന പേര് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലെങ്കിലും ഈ പുസ്തകം ദൈവപ്രവൃത്തിയുടെ കഥ പറയുന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. 2, ഇന്നും ഹാമാന്മാരുമുണ്ട്, മൊർദെഖായിമാരുമുണ്ട്, എസ്തർമാരുമുണ്ട്. അത് സത്യം തന്നെയാണ്. 3, പ്രാർത്ഥിക്കുന്നവർ, ഉപവസിക്കുന്നവർ, അവരുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവം ഒരു നാളും കൈവിടില്ല, എന്നും കേട്ടുകൊണ്ടേയിരിക്കും, മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് എസ്തറിന്റെ പുസ്തകം. ദൈവിക പദ്ധതികൾ, 4-മതായിട്ട് ദൈവിക പദ്ധതികൾ പലതും പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് എസ്തറിന്റെ പുസ്തകം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താകട്ടെ നമ്മുടെ പ്രാർത്ഥന? ഈ പുസ്തകത്തിന്റെ പഠനം അവസാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവിക പരമാധികാരത്തിന് മുൻപിൽ, ദൈവിക പരിപാലനത്തിന് കീഴിൽ ദൈവിക പദ്ധതികൾ ഞങ്ങളിലും നിറവേറുന്നതിന് ഞങ്ങളെ എസ്തറിനെ പോലെ, മൊർദെഖായിയെ പോലെ സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ പരമാധികാരം, നിന്റെ പരിപാലനം ഞങ്ങളിൽ നിറവേറുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.